ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ലൈബ്രറി വരെ പോയി. ഇവിടുത്തെ ലൈബ്രറി വരെ പിള്ളേർക്ക് സ്പ്രിംഗ് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനി ഒരാഴ്ചത്തേക്ക് ഇവർക്ക് അവധിയാണ്. ഒരാഴ്ച ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടൊന്നും ഇരിക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവരെയും കൊണ്ട് ഞാനിന്ന് ബുക്ക് റീഡിങ്ങിന് പോയി. ഇവർ ഓൾറെഡി ബുക്ക് റീഡിങ് ചെയ്യുന്നവരാ. അപ്പം ഇന്ന് പോയി അവിടെ ഇരുന്ന് ബുക്ക് റീഡ് ചെയ്ത് ലഞ്ചിന് തിരിച്ചു വരുന്ന രീതിയിൽ പോകാനാണ് പ്ലാൻ. എനിക്കും കുറച്ച് ജോലി ചെയ്യാനുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ജോലിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ലൈബ്രറിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ലൈബ്രറി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്നും അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും, ജസ്റ്റ് ബുക്ക് എടുക്കുക മാത്രമല്ല അവിടെ കുറേ കാര്യങ്ങൾ, ഇവിടുത്തെ ഓൾമോസ്റ്റ് നമ്മുടെ കുറേ കാര്യങ്ങൾ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെ എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. പിള്ളേരുടെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, വലിയവരുടെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാത്തിനും ഫെസിലിറ്റീസ് ലൈബ്രറി വഴി. ഇവിടെ ലൈബ്രറിക്ക് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ ലൈബ്രറി എന്താണ്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് തരുന്നെന്നും എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്കിന്ന് നോക്കാം. പിന്നെ റെക്കോർഡിങ് അധികം പറ്റത്തില്ല ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്ക് ഈ പബ്ലിക് പ്ലേസിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നടക്കാൻ വലിയ പാടുവാണ്. അപ്പം ഷോർട്ട് വീഡിയോ ആയിരിക്കും, പക്ഷേ ഞാനെല്ലാം അതിനകത്ത് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി കാർഡ്. ഓക്കെ, നമുക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ഒരു മെമ്പർഷിപ്പ് നമ്മുടെ അഡ്രസ് പ്രൂഫും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ലൈബ്രറി കാർഡ് നമുക്ക് തരും. ഈ ലൈബ്രറി കാർഡ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ആക്സസ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ ഓരോ ലൈബ്രറി കാണും. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളൊരു സ്കൂളാണ് അല്ലെങ്കിൽ ആ സ്കൂളിനോട് അനുബന്ധപ്പെട്ട ഒരു ഏരിയയ്ക്ക് സ്കൂൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്ന പിള്ളേർക്ക് അവിടെയുള്ള ആ സ്കൂളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് സ്കൂൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കെല്ലർ ISD എന്ന് പറയും. സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കെല്ലർ എന്നാണ്. അപ്പം അതിനോട് സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഇത്. അതുപോലെ കുറേ ലൈബ്രറി ഉണ്ട്, എല്ലായിടത്തും ഇഷ്ടംപോലെ ലൈബ്രറീസ് ഉണ്ട്. അപ്പം ഞാൻ പോകുന്ന ലൈബ്രറി ഈ കെല്ലറിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ലൈബ്രറിയിലാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു അഡ്രസ് പ്രൂഫും കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരെനിക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് തരും. ഈ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് നമുക്ക് പോയി സ്കാൻ ചെയ്ത്, എല്ലാം ഓട്ടോമേറ്റഡാണ്. സ്കാൻ ചെയ്ത് നമുക്ക് എത്ര ബുക്ക് വേണമെങ്കിലും എടുക്കാം, അതെപ്പോൾ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ലൈബ്രറിയുടെ കോംപ്ലക്സ്. നമ്മൾ അങ്ങോട്ട് പാർക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ലൈബ്രറിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറിയുടെ എൻട്രൻസ്. ഇതാണ് പാർക്കിംഗ്. ഇത്രയും പാർക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഈ ലൈബ്രറിയിൽ ഇത്രയധികം വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഇന്നിപ്പോൾ രാവിലെയാണ്, സാറ്റർഡേയാണ്. അങ്ങനെ ആൾക്കാർ വലിയതായിട്ട് ലൈബ്രറി വരുന്നില്ലാത്ത ഒരു ദിവസമാണ്. ഈവനിങ് ഒക്കെ കൂടുതൽ ആൾക്കാർ വരുന്നത്. എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ ഇവിടെ പാർക്കിങ്ങിന് കിടപ്പുണ്ട്. ഇതാണ് കർബ് സൈഡ് പിക്കപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ കയറിയൊരു നമ്മുടെ ബുക്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ 1, 2 എന്ന് പറയുന്ന സ്ലോട്ടിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ആ ബുക്ക് നമ്മുടെ വണ്ടിയെ കൊണ്ട് ഡെലിവർ ചെയ്യും. അത് ഈ ഷോപ്പിംഗ് മാളിലും ഗ്രോസറി സ്റ്റോറിലെല്ലാം ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കർബ് സൈഡ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബുക്ക് റിട്ടേൺ. ഇപ്പോൾ എനിക്ക് കുറച്ച് ബുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കൊടുത്ത സമയം കളയേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് പോയാൽ മതി. അകത്തും ഇതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി അടുത്ത ബുക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നടക്കുന്ന ഇവൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഈ ബോർഡിൽ കാണുന്ന മുഴുവൻ. Good morning.
ഞങ്ങൾ പതുക്കെ ബുക്കെല്ലാം റിട്ടേൺ ബോക്സിനകത്ത് റിട്ടേൺ ചെയ്യുകയാണ്. ഫ്രണ്ട് ഡെസ്കിൽ റെക്കോർഡിങ്ങിന് പെർമിഷൻ ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ പല ഭാഗത്തായിട്ട് പല തരത്തിലുള്ള സീറ്റിങ്സ് കാണാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യുകയോ റീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ എല്ലാം പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. സെബാന് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബുക്ക് എടുത്തുകൊണ്ട് വന്നിരിപ്പുണ്ട്, പെട്ടെന്ന് വായിച്ച് തീർക്കാനായിട്ട്. ഈ കാണുന്നതാണ് ആക്ടിവിറ്റി ഏരിയ. ഇവിടെ പല ആക്ടിവിറ്റീസ് നടക്കും. കൊച്ചു പിള്ളേർക്കുള്ള സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടത്തും. അതെല്ലാം ഈ ആക്ടിവിറ്റി ഏരിയയിലാണ് നടക്കുന്നത്. ഇത് ബുക്സിൻ്റെ ഷെൽഫ് ഏരിയയാണ്. ചിൽഡ്രനുള്ളതും അഡൽസിനുള്ളതും പ്രത്യേകം സെക്ഷൻസാണ്. ഇവിടെ നമുക്ക് ബുക്സ് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്ന് നോക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിജിറ്റൽ ഷെൽഫും ഉണ്ട്. അവിടെ നമുക്ക് പലതരം മൂവീസും ഡോക്യുമെൻ്ററീസും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് അതും റെൻ്റ് ഔട്ട് ചെയ്ത് പോയി കാണാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് ചെയ്യേണ്ടവർക്ക് പ്രിൻ്റ് ചെയ്യാം. ഇതൊക്കെ ഫ്രീ ആണ്. നമുക്ക് ഒന്നിനും ഇവിടെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഫ്രീ ആണ്. ഇവിടെ പ്രിൻ്ററുണ്ട്, മൂവീസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളൊരു സീറ്റും കണ്ടുപിടിച്ച് ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സീറ്റിൽ തന്നെ നമുക്ക് പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഈ കാണുന്നത് ആർട്ട് റൂം എന്ന് പറയുന്ന ഒരു മുറിക്കകത്തെ കലാവിരുതുകളാണ്, കൊച്ചു പിള്ളേരുടെ കലാവിരുതുകളാണ്. അവിടെ കുറേ ഈ ആർട്ടിന് വേണ്ടി ഉള്ള എല്ലാ സാധനങ്ങളും അവിടെ ഫ്രീ ആയിട്ട് അവൈലബിളാണ്. നമുക്ക് ഇരുന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യാം. രണ്ട് ഈ റാക്കിലാണ് നമുക്ക് ക്രയോൺസും ഗമ്മും എല്ലാം, കോട്ടൺ സ്വാബും എല്ലാം നമുക്ക് കിട്ടും. അവിടെ റൂളേഴ്സ് കിട്ടും, പെൻസിൽസ് കിട്ടും, അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് നേരെ ആ ബോക്സിൽ കൊണ്ട് തിരിച്ചു വെക്കുക. അവിടെ ഇരുന്ന് കൊച്ചു പിള്ളേർക്ക് നമുക്ക് അവിടെ ഇരുന്ന് എന്തും ചെയ്യാം. 9 ഇയേഴ്സിന് താഴെയുള്ള പിള്ളേരാണെങ്കിൽ കൂടെ പേരൻസ് കാണണം, അല്ലെങ്കിൽ ഗൈഡൻസിന് ആരെങ്കിലും കൂടെ കാണണം എന്നേ ഉള്ളൂ. സെബാൻ അവിടെ ഇരുന്ന് ടർട്ടിലിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അവിടെ ഓൾറെഡി ഒരു ടർട്ടിലിനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നോക്കി അതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. അവിടെ അതുപോലെ തന്നെ 3D പ്രിൻ്ററും അവൈലബിൾ ആണ്. നമുക്കൊരു മോഡലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3D പ്രിൻ്റർ യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനും പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതിന് മാത്രം അവിടെ ബുക്കിംഗ് ഉണ്ട്. കാരണം ഇത് പ്രിൻറ്റിങ്ങിന് ടൈം എടുക്കുന്നതുകൊണ്ട് നേരത്തെ റിസർവ് ചെയ്യണം. ഇതാണ് അവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ സെക്ഷൻ. കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈബ്രറി കാർഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. എന്തെങ്കിലും ബ്രൗസ് ചെയ്യണമെങ്കിലും ഇൻ്റർനെറ്റ് സർഫ് ചെയ്യണമെങ്കിലും എന്ത് ആവശ്യത്തിനും നമുക്ക് അവിടെ നിന്ന് തന്നെ യൂസ് ചെയ്യാം. അതിന് നമ്മുടെ ലൈബ്രറി കാർഡ് നമ്പർ വേണമെന്നേ ഉള്ളൂ. ഇത് അഡൽസിൻ്റെ ബുക്ക് സെക്ഷനാണ്. ഇവിടെ പല ജോണറിലുള്ള ബുക്സ് അവൈലബിളാണ്. ഇവിടെ എത്ര ഈസി ആയിട്ടാണ് നമുക്കൊരു ബുക്ക് ചെക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് കാണാം. എല്ലാം ഓട്ടോമേറ്റഡാണ്. നമ്മളാദ്യം അവിടെ കുറേ കിയോസ്കുകളുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ ലൈബ്രറി കാർഡ് സ്കാൻ ചെയ്തിട്ട് അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ മുകളിലേക്ക് ബുക്സ് അടുക്കി വെച്ചാൽ മതി. ഓരോ ബുക്ക് വെക്കുന്നതനുസരിച്ച് ആ ബുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആ ഡിസ്പ്ലേ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വെച്ച ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് പോകാൻ പറ്റും. വേറെ ആരുടെയും സഹായം വേണ്ട. നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ബുക്ക് റിട്ടേൺ ചെയ്യുന്നതും ബുക്ക് എടുക്കുന്നതും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റേഷൻ്റെ എക്സ്ബോക്സിൻ്റെ ഗെയിംസും ഉണ്ട്. പക്ഷേ പുതിയ ഗെയിംസൊന്നുമില്ല, ഒക്കെ പഴയ ഗെയിംസാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കുറേ റൂംസ് ഉണ്ട്. ആക്ടിവിറ്റി ഏരിയ,
നിങ്ങൾക്കിപ്പോൾ ഗിറ്റാറിൻ്റെ സൗണ്ട് കേൾക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഗിറ്റാർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. ഇവർക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. എൻറോൾ ചെയ്ത് നമുക്ക് എന്തും പഠിക്കാം. ഫ്രീ ആയിട്ട് അവർ ട്രെയിൻ ചെയ്ത് തരും. ഈ ഷെഡ്യൂളൊക്കെയാണ് ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മാസവും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ആ ഷെഡ്യൂള് അവരൊരു പേപ്പറിൽ തരും. അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതിന് വരികയും ഒക്കെ പങ്കെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഈ ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് മന്ത്ലി പേയ്മെൻറ്റോ ഇയർലി പേയ്മെൻറ്റോ ഒന്നുമില്ല. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്കും യൂസ് ചെയ്യാം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റ് കഴിഞ്ഞു. അവർ കുറച്ച് ബുക്സൊക്കെ വായിച്ചു. എൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു, അത് ഞാൻ തീർത്തു. ആർട്ട് റൂമിൽ കയറി സെബാനൂർ ടേർട്ടലിനെയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഇപ്പോൾ ചോറിനാ വരുന്നില്ലേ എന്ന് വിളിച്ച് ചോദിച്ച് വിളി വന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക. അപ്പം ഈ നെക്സ്റ്റ് മന്തിലുള്ള പ്രോഗ്രാംസിൻ്റെ എല്ലാം ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് ബാക്കി പ്ലാനിങ് വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.